കണക്റ്റഡ് ഗ്രാഫ്സ് പുതിയൊരു കോൺസെപ്റ്റ് ആണ്. ആൻഡ് അൺഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഡയറക്ഷൻ ഇല്ലാത്ത ഗ്രാഫ് is said to be connected if for any pair of nodes of the graphs the two nodes are reachable from one another. അതായത് ഈ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്ത് അൺഡയറക്റ്റഡ് ആണ്, കാരണം ഡയറക്ഷൻസ് ഇല്ല. ഇതിൽ നിങ്ങൾ ഏത് രണ്ട് ഇതിലിപ്പോ എത്ര നോഡ്സ് ഉണ്ട്? 1 2 3 4 5 1 2 3 4 5 നോട്ട്സ് ഉണ്ടല്ലോ. ഇതിൽ ഏത് രണ്ട് നോട്ട്സ് വേണമെങ്കിലും നിങ്ങൾ എടുത്തോ, ആ രണ്ട് നോട്ട്സും റീച്ചബിൾ ആയിരിക്കും. റീച്ചബിൾ എന്ന് പറഞ്ഞാൽ എന്താ? 1ഉം 2 എടുത്തു കഴിഞ്ഞാൽ 1ൽ നിന്ന് 2ലോട്ട് എത്താൻ ഒരു പാത്ത് എങ്കിലും വേണം. അതുണ്ട് 1 2 4 5 1 3 4 5. അതുപോലെ 2ഉം 4ഉം. അങ്ങനെ ഏത് രണ്ട് ഈ ഗ്രാഫിലെ നോഡ്സിൽ നിന്ന് ഏത് രണ്ട് പോയിന്റ്സ് എടുത്താലും അതിനെ ബന്ധിപ്പിക്കുന്ന ഒരു പാത്ത് ഉണ്ട് എന്ന് കാണിച്ചാൽ മതി. അത് നമ്മൾ കാണിച്ചു, പാത്ത് ഉണ്ടെന്ന് നമ്മൾ കാണിച്ചു. അപ്പൊ ഇത് കണക്റ്റഡ് ആണ്. ഇത് നോക്കി, ഏത് രണ്ട് പോയിന്റ്സ് എടുത്താലും ഇതായാലും നമുക്ക് ഏത് രണ്ട് നോഡ്സ് എടുത്താലും ഒരു പാത്ത് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ എന്താ അവസ്ഥ? ഇത് 1 2 3 4 5. പക്ഷെ 4ഉം 5ഉം തമ്മിൽ കണക്ഷൻ ഇല്ല, 2ഉം 5ഉം തമ്മിൽ കണക്ഷൻ ഇല്ല. അപ്പൊ ഇതെന്താണ്? ഇത് കണക്റ്റഡ് അല്ല. മനസ്സിലായോ? അപ്പൊ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കണക്റ്റഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രണ്ട് നോട്ട്സ് എടുത്താലും ഒരു പാത്ത് കിട്ടണം. നോട്ട് കണക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമുക്കിങ്ങനെ ഒരു നോഡോ അല്ലെങ്കിൽ രണ്ട് നോഡൊക്കെ കിട്ടും മറ്റുമായി കണക്റ്റഡ് അല്ലാത്തത്. അല്ലെങ്കിൽ ചില നോട്ട്സ് എടുത്തു കഴിഞ്ഞാൽ തമ്മിലൊരു പാത്ത് ഉണ്ടാവില്ല. ദാറ്റ് ഇസ് കണക്റ്റഡ്. ആ വേർഡ് മീനിങ് തന്നെ നമുക്ക് കിട്ടും. കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ കണക്ഷൻ വേണം, നോട്ട് കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ കണക്ഷൻ ഉണ്ടാവരുത്, അത്രേ ഉള്ളൂ. ദെൻ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഡയറക്റ്റഡ് ഗ്രാഫിനെ കുറിച്ചാണ്. ദിസ് ഡെഫിനിഷൻ cannot be applied to directed graphs. ഇത് അൺഡയറക്റ്റഡ് ഗ്രാഫിനെ കുറിച്ച് പറഞ്ഞ. ഇനി ഡയറക്റ്റഡ് ഗ്രാഫ് എടുക്കുമ്പോൾ എന്താ പ്രശ്നം ഉണ്ടാവുക? ഡയറക്റ്റഡ് ഗ്രാഫ് എടുക്കുമ്പോൾ this definition cannot be applied to directed graphs without some further modification. ഇതുപോലെ നമുക്ക് ഡയറക്റ്റഡ് ഗ്രാഫിൽ പറയാൻ പറ്റില്ല, കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തണം ഡെഫിനിഷനിൽ. എന്താണ് നമുക്ക് നോക്കാം, എന്തുകൊണ്ടാണെന്ന് നോക്കാം. ബിക്കോസ് in a directed graph, if a node u is reachable from another node v, the node v may not be reachable from u. അതായത് നമുക്ക് ഇതാണ് u, ഇതാണ് v. യുവിൽ നിന്ന് വിയിലോട്ട് റീച്ചബിൾ ആണ്. അപ്പോ യുവും വി എടുത്തു കഴിഞ്ഞാൽ എന്ത് മനസ്സിലായി? യുവിൽ നിന്ന് വിയിലോട്ട് ഒരു പാത്ത് ഉണ്ട്, ഡയറക്ഷൻ ആയതുകൊണ്ട്. പക്ഷെ വിയിൽ നിന്ന് യുവിലോട്ട് ഉണ്ടോ? വിയിൽ നിന്ന് യുവിലോട്ട് നമുക്കിവിടെ ഡയറക്ഷൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഡയറക്ഷൻ വരച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്, പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇവിടെ. അപ്പൊ എന്ത് മനസ്സിലായി? യുവിൽ നിന്ന് വിയിലോട്ട് പാത്ത് ഉണ്ടെന്ന് വെച്ചാൽ വിയിൽ നിന്ന് യുവിലോട്ട് ഉണ്ടാവണമെന്നില്ല. അപ്പൊ യു ആൻഡ് വി റീച്ചബിൾ ഈച്ച് അതർ എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? യുവിൽ നിന്ന് വിയിലോട്ടും വേണം, വിയിൽ നിന്ന് യുവിലോട്ടും വേണം. അല്ലാതെ യുവിൽ നിന്ന് വിയിലോട്ട് മാത്രമായും പോരാ. കണ്ടോ, ഇവിടെ ഡെഫിനിഷനിൽ പറയുന്നുണ്ട് റീച്ചബിൾ ഫ്രം വൺ അനദർ. യുവും വിയും റീച്ചബിൾ ആണെങ്കിൽ വിയും യുവും റീച്ചബിൾ ആവണം, കണക്റ്റഡ് ആവണമെങ്കിൽ. ഇവിടെ പക്ഷെ അങ്ങനെ ആവില്ല. അപ്പൊ ഡയറക്റ്റഡ് ഗ്രാഫിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോ ഡയറക്റ്റഡ് ഗ്രാഫിൽ നമ്മൾ എങ്ങനെയാ പറയാ റീച്ചബിൾ ആണോ അല്ലയോ എന്ന്? അതിനായിട്ട് നമുക്ക് ഞാനതിവിടെ എഴുതിയിട്ടില്ല, ഇത്രേ ഉള്ളൂ. നമ്മുടെ ഡയറക്ഷൻ ഒന്നും ഇല്ല എന്ന് വിചാരിക്കും. അതോടെ താഴെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഒരു ഡയറക്റ്റഡ് ഗ്രാഫില് കണക്ഷൻ പറയണമെങ്കിൽ നമുക്ക് അങ്ങനെ വീക്ക്ലി കണക്റ്റഡ് എന്ന് പറയാം. അപ്പം അൺഡയറക്റ്റഡ് ഗ്രാഫിലാണെങ്കിൽ കണക്റ്റഡ് എന്ന് പറയും. അതേ സാധനം ഡയറക്റ്റഡ് ഗ്രാഫിലാണെങ്കിൽ കണക്റ്റഡ് എന്നല്ല നമ്മൾ പറയാം, വീക്ക്ലി കണക്റ്റഡ്. അപ്പോൾ അൺഡയറക്റ്റഡ് ഗ്രാഫിലെ കണക്റ്റഡും ഡയറക്റ്റഡ് ഗ്രാഫിലെ വീക്ക്ലി കണക്റ്റഡ് ആണ് പറയുന്നത്. നോക്കാം. എ ഗ്രാഫ് ഈസ് സെഡ് ടു ബി വീക്ക്ലി കണക്റ്റഡ് ഓർ കണക്റ്റഡ്.
കണ്ട, കണക്റ്റഡ് വീക്ക്ലി കണക്റ്റഡ് കൺഫ്യൂഷൻ ആവരുത്. ഇതേ കണക്റ്റഡ് തന്നെയാണ് അൺഡയറക്റ്റഡ് ഗ്രാഫിലും കണ്ടത്. പക്ഷെ ഡയഗ്രാഫില് കണക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീക്ക്ലി കണക്റ്റഡ് ആണ്. ഡയഗ്രാഫില് കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ വീക്ക്ലി കണക്റ്റഡ് ആണ്. ഇഫ് ഇറ്റ് ഈസ് കണക്റ്റഡ് ആസ് ആൻ അൺഡയറക്റ്റഡ് ഗ്രാഫ് ഇൻ വിച്ച് ദ ഡയറക്ഷൻ ഓഫ് ദ എഡ്ജ് ഈസ് നെഗ്ലക്റ്റഡ്. അതായത് ഡയറക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ കണക്റ്റഡ്നെസ് നോക്കണമെങ്കിൽ ആ ഡയറക്ഷൻ അങ്ങ് ഒഴിവാക്കുക. എന്നിട്ട് അൺഡയറക്റ്റഡ് ഗ്രാഫ് ആയിട്ടാണ് വിചാരിക്കുക. എന്നിട്ട് അത് കണക്റ്റഡ് ആണോ നോക്കുക. That is, if the graph when treated as an undirected graph is connected. ഇവിടെ നോക്കിക്കോ, ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഇത് കണക്റ്റഡ് ആണോ അല്ലയോ, കണക്റ്റഡ് അല്ല, വീക്ക്ലി കണക്റ്റഡ് ആണോ അല്ലയോ എന്ന് നോക്കണം. അപ്പൊ എന്ത് ചെയ്താൽ ഈ ഡയറക്ഷൻസ് ഇല്ലാന്ന് വിചാരിക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കിയ വെർട്ടെക്സുകൾ, എല്ലാ വെർട്ടെക്സ്, ഏത് വെർട്ടെക്സ് ഇപ്പൊ ഇതെടുത്താൽ ഇതെടുത്താൽ എന്തുണ്ടാവും, ഇവിടെ നിന്ന് എനിക്ക് ഇങ്ങോട്ടൊരു പാത്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ ഇത് കണക്റ്റഡ് ആണ്, സോറി വീക്ക്ലി കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഇവിടെയും. പക്ഷെ ഇവിടെ നോക്കിയേ, ഇതിന്റെ ഡയറക്ഷൻസ് ഞാൻ കളഞ്ഞു. അപ്പൊ എന്തായി, ഇതിവിടെ കിടക്കും 4 എണ്ണം, ഇവിടെ 5ാമത്തെ ആയിട്ടും കിടക്കും. ഇപ്പൊ തമ്മിൽ കണക്ഷൻ ഇല്ല. അപ്പൊ ഇത് നോട്ട് വീക്ക്ലി കണക്റ്റഡ്. അപ്പോൾ അൺഡയറക്റ്റഡ് ഗ്രാഫിലാണ് കണക്റ്റഡും, ഡയറക്റ്റഡ് ഗ്രാഫിലാണെങ്കിൽ കണക്റ്റഡ് അല്ല, വീക്ക്ലി കണക്റ്റഡ്. അതിങ്ങനെ നമുക്ക് നോക്കാം. ഡയറക്റ്റഡ് ഗ്രാഫില് ഡയറക്ഷൻസ് ഇല്ലാന്ന് നമ്മൾ വിചാരിച്ച് അൺഡയറക്റ്റഡ് ഗ്രാഫ് തന്നെ കൺസിഡർ ചെയ്തിട്ട് കണക്റ്റഡ് ആണോ എന്ന് നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു ഇതാണ് സ്ട്രോങ്ലി യൂണിറ്ററലി കണക്റ്റഡ്. എ സിമ്പിൾ ഗ്രാഫ്, നമ്മൾ ആലോചിക്കണം. സിമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്രാഫ് സിമ്പിൾ ആവണമെങ്കിൽ ഒരു വെർട്ടെക്സിൽ നിന്ന് 2 എഡ്ജസ് പോകാൻ പാടില്ല. ആണ് സിമ്പിൾ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ. ഗ്രാഫ് ഈസ് സിമ്പിൾ. എ സിമ്പിൾ ഗ്രാഫ് ഈസ് സെഡ് ടു ബി യൂണിറ്ററലി കണക്റ്റഡ്. അപ്പോ ഇഫ് ഫോർ എനി പെയർ ഓഫ് നോഡ്സ് ഓഫ് ദ ഗ്രാഫ്, ഏത് 2 നോഡ്സ് എടുത്താലും, ഒരു ഗ്രാഫിൽ ഏത് 2 നോഡ്സ് എടുത്താലും, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ നോഡ്, ഏതെങ്കിലും ഒരു നോഡ്, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ നോഡ്സ് ഓഫ് ദ പെയർ ഈസ് റീച്ചബിൾ ഫ്രം ദി അതർ നോഡ്. അത് ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിയ കാര്യം കിട്ടും. ഇത് 1, 2, 3, 4. നിങ്ങൾ ഏതെങ്കിലും ഒരു പെയർ എടുത്ത്, 2 നോഡ്സ് എടുത്ത്, ഞാൻ എടുത്തു 1ഉം 4ഉം. അപ്പോൾ 1ഉം 4 ആണ് ഞാൻ എടുത്തത്. 1ഉം 4 ഏതെങ്കിലും 2 പെയർ എടുക്കട്ടാ. ഇഫ് ഫോർ എനി പെയർ ഓഫ് നോഡ്സ്, ഏത് പെയർ നോഡ്സ് എടുത്താലും 1ഉം 4ഉം ഞാൻ എടുത്തു. അപ്പൊ എന്തുണ്ടാവും? 1ൽ നിന്ന് 4ലോട്ട് കണക്ഷൻ, 1ൽ നിന്ന് 4ലോട്ട് റീച്ചബിൾ ആണോ? 1ൽ നിന്ന് 4ലോട്ട് റീച്ചബിൾ അല്ല. കണ്ട, 1ൽ നിന്ന് ഇങ്ങോട്ട്, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട്, അത് റീച്ചബിൾ അല്ല, ഡയറക്ഷൻ വേറെ എടുക്കണേ. പക്ഷെ 4ൽ നിന്ന് 1ലോട്ട് റീച്ചബിൾ ആണ്. കണ്ട, 4ൽ നിന്ന് ഇങ്ങനെ വന്നു, ദെൻ 3ലോട്ട്, 3ൽ നിന്ന് 1ലോട്ട് പോയി. അപ്പോൾ 4ഉം 1ഉം റീച്ചബിൾ ആണ്. പക്ഷെ 1ൽ നിന്ന് 4ലോട്ട് ഇല്ല. 1ൽ നിന്ന് 2ലോട്ട് ഉണ്ട്, 2ൽ നിന്ന് 4ലോട്ട് ഇല്ല. അപ്പൊ എന്ത് മനസ്സിലായി? 1ഉം 4ഉം എന്ന നോട്ട്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരെണ്ണം പരസ്പരം റീച്ചബിൾ ആണ്. ദാറ്റ് ഈസ് വൺ ഓഫ് ദി നോഡ്സ് ഓഫ് ദ പെയർ ഇസ് റീച്ചബിൾ ഫ്രം ദി അതർ നോഡ്. 1ൽ നിന്ന് 4ലോട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല, പക്ഷെ 4ൽ നിന്ന് 1ലോട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ആ സെൻസ് അത് റീച്ചബിൾ ആണ്. പക്ഷെ 2 സൈഡിൽ നിന്നും റീച്ചബിൾ ഈച്ച് തരുന്നു പറയുന്നില്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് യൂണിറ്ററലി കണക്റ്റഡ് എന്ന് പറയാം. അപ്പോൾ ഈ ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾ 1, 2, 3, 4 നോട്ട് യൂണിറ്ററലി കണക്റ്റഡ്. കാരണം 1ഉം 3 നോക്കുക, 1ഉം 3ഉം. ഞാൻ നോക്കിയേ, 1ൽ നിന്ന് എനിക്ക് 3ലോട്ട് എത്താൻ പറ്റും. 1ൽ നിന്ന് 2ലോട്ട് എത്താം. ഡയറക്ഷൻ എങ്ങനെയാണ്? 2ൽ നിന്ന് 3ലോട്ട് എത്താൻ പറ്റില്ല. കാരണം ഇങ്ങനെയാണ് ഡയറക്ഷൻ പോയിട്ടുള്ളത്. തിരിച്ച് 3ൽ നിന്ന് 1ലോട്ട് എത്താൻ പറ്റും. നോക്കിയേ, 3ൽ നിന്ന് 4ലോട്ട് ഇല്ല, 3ൽ നിന്ന് 4ലോട്ട് എനിക്ക് എത്താൻ പറ്റില്ല. പിന്നെ 4ൽ നിന്ന് 1ലോട്ട് എത്താം, പക്ഷെ 3ൽ നിന്ന് 4ലോട്ട് എത്താൻ പറ്റില്ല. അപ്പൊ എന്താണ്? ഫോർ എനി പെയർ ഓഫ് നോട്ട്സ്, നിങ്ങൾ ഇനി ഏത് 2 നോട്ട്സ് വേണമെങ്കിൽ എടുത്തോ. ആ പെയറിൽ 2 രണ്ടും എന്തായിരിക്കും? രണ്ടും നോട്ട് റീച്ചബിൾ ആയിരിക്കും. both 1 and 3 are not reachable. യൂണിറ്ററലി ആണെങ്കിൽ 1ഉം 4 എടുത്തു കഴിഞ്ഞാൽ ഒന്നിന് 1ൽ നിന്ന് 4ലോട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ 4ൽ നിന്ന് 1ലോട്ട് ഉണ്ടാവണം. നോട്ട് യൂണിറ്ററലി എന്ന് പറഞ്ഞാൽ 1ൽ നിന്ന് 4ലോട്ട് ഉണ്ടാവാൻ പാടില്ല, 4ൽ നിന്ന് 1ലോട്ട് ഉണ്ടാവാൻ പാടില്ല. അടുത്തതാണ് സ്ട്രോങ്ലി കണക്റ്റഡ്. വീക്കിലി ആകുമ്പോൾ എന്ത് പറഞ്ഞു? ഒരെണ്ണെങ്കിലും, അതായത് വീക്കിലി കണക്റ്റഡ് ആകുമ്പോൾ ഒരു നോഡ് റീച്ചബിൾ ആയാൽ മതി. ഒരു പെയർ എടുത്തു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തേക്ക് ഉണ്ടായാൽ മതി. സ്ട്രോങ്ലി കണക്റ്റഡ് ആണെങ്കിലോ ഒരു പെയർ എടുത്തു കഴിഞ്ഞാൽ 2 സ്ഥലത്തേക്കും മാറി മാറി വരണം.
A simple graph is said to be strongly connected if for any pair of nodes of the graph, any pair of ഏത് pair എടുത്താലും വേണം, both the nodes of the pair are reachable from one another. രണ്ടും reachable ആയിരിക്കണം. ഉദാഹരണത്തിന് നിങ്ങൾ ഇവിടെ നോക്കിക്കോ, 1 2 അല്ലെങ്കിൽ കൊടുത്ത പോലെ കൊടുക്കാം, എന്തിനും കൊടുക്കാം, 3 4 3 4. നമ്മൾ ആലോചിച്ച് നോക്കിയേ, 1ഉം 3ഉം എടുത്തു ഞാൻ, 1ന്ന് 3ലോട്ട് എനിക്ക് വഴിയുണ്ടോ? 1ന്ന് 2ലോട്ടുണ്ട്, 1ന്ന് 2ലോട്ടുണ്ട്, 2ന്ന് 3ലോട്ടുണ്ട്. അപ്പൊ 1ന്ന് 3ലോട്ട് എനിക്ക് വഴിയുണ്ട്. ഇനി 3ന്ന് 1ലോട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. 3ന്ന് 1ലോട്ടുണ്ടോ നോക്കണമെങ്കിൽ 3ന്ന് ഈ വഴിക്കൂടെ പോകാൻ പറ്റില്ല, ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണോ ഡയറക്ഷൻ. പിന്നെ എനിക്ക് ഈ വഴിക്കൂടെ പോകാൻ പറ്റില്ല, ഇങ്ങനെ ഡയഗണലി, ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. പക്ഷെ എനിക്ക് ഇങ്ങനെ പോവാം, 3ൽ നിന്ന് 2ലോട്ട് പോവാം, 2ന്ന് 4ലോട്ട് പോവാം, 4ന്ന് 1ലോട്ട് പോവാം. അപ്പൊ 3ഉം 1ഉം രണ്ട് രീതിയിലും എനിക്ക് റീച്ചബിൾ ആണ്. 1ന്ന് 3ലോട്ടും ഉണ്ട്, 3ന്ന് 1ലോട്ടും ഉണ്ട്. ഇങ്ങനെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഉണ്ടെങ്കിൽ സ്ട്രോങ് ആണ്, സ്ട്രോങ്ലി കണക്റ്റഡ്. അതർവൈസ് ഇറ്റ് ഈസ് നോട്ട് സ്ട്രോങ്ലി കണക്റ്റഡ്. നോട്ട് സ്ട്രോങ്ലി, ഇത് സ്ട്രോങ്ലി കണക്റ്റഡ് അല്ല. കാരണം 3ഉം 4 എടുക്കുക, 3ഉം 4ഉം 3ഉം 4ലെ 3ന്ന് there is no path from 4 to 3. Not strongly because in 3 and 4 there is no path from 4 to 3. 4ൽ നിന്ന് ഓക്കെ കണ്ടോ, 3ൽ നിന്ന് ഇതിപ്പോ സ്ട്രോങ്ലി കണക്റ്റഡ് ആണോ, എന്ത് വേണം, 4ന്ന് 3ലോട്ടും വേണം, 3ന്ന് 4ലോട്ടും വേണം. ഇവിടെ ഉണ്ട് 3ൽ നിന്ന് 4ലോട്ട് ഉണ്ട്, ഡയറക്ഷൻ എങ്ങനെയാ, പക്ഷെ 4ൽ നിന്ന് 3ലോട്ട് ഇല്ല. അപ്പൊ എന്തല്ല, സ്ട്രോങ്ലി കണക്റ്റഡ് അല്ല. ആവണമെങ്കിൽ ഇത് സ്ട്രോങ്ലി കണക്റ്റഡ് ആയിരുന്നു എങ്കിൽ 4ന്ന് 3ലോട്ടും 3ന്ന് 4ലോട്ടും വേണമായിരുന്നു. കുറച്ച് റിമാർക്സ് ഉണ്ട്. ഫസ്റ്റ് വൺ, unitarily connected graph is weakly connected. Unitarily connected ആണെങ്കിൽ എന്താണ്, weakly connected ആണ്. weakly connected പ്രത്യേകത എന്താ, ഡയറക്ഷൻ ഇല്ലാന്ന് വെച്ചിട്ട് കണക്റ്റഡ് ആണെന്ന് നോക്കിയാൽ മതി. യൂണിറ്ററിലി കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഏത് രണ്ട് പേരെടുത്താലും ഒരു ഭാഗത്തോട്ട് വഴിയുണ്ടാവും. അപ്പോൾ ഒരു ഭാഗത്തോട്ട് വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭാഗത്തേക്ക് വഴി കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ഭാഗത്തിൽ വഴി ഉണ്ടെന്ന് ഉറപ്പായി. അപ്പൊ അത് യൂണിറ്ററിലാണെങ്കിൽ ഒരു ഭാഗത്തേക്ക് ഒരു വഴിയുണ്ട്. വീക്ക് ആണെങ്കിലോ ഡയറക്ഷൻ കളയുമ്പോൾ ഒരു ഭാഗത്തേക്ക് വഴി ഉണ്ടായാൽ മതി. ശരിയാണ്, ഡയറക്ഷൻ കളയും വീക്കില്, അപ്പൊ ഒരു ഭാഗത്തേക്ക് വഴി ഉണ്ടാവും. അപ്പൊ എവറി യൂണിറ്ററി ഗ്രാഫ് ഈസ് വീക്ക്ലി കണക്റ്റഡ്. പക്ഷേ വീക്ക്ലി കണക്റ്റഡ് ഗ്രാഫ് നീഡ് നോട്ട് ബി ഈസ് നോട്ട് നെസസറി യൂണിറ്ററിലി കണക്റ്റഡ്. അതിന് കാരണം നോക്കിയോ, വീക്ക്ലി കണക്റ്റഡ് എന്നല്ല പറഞ്ഞത്, വീക്ക്ലി കണക്റ്റഡ് ആണ്. വീക്ക്ലി കണക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഡയറക്ഷൻസ് ഇല്ലാന്ന് വിചാരിക്കുക. അപ്പോൾ 1 2 3 4 ഇതിന്റെ ഡയറക്ഷൻസ് ഇല്ല. അപ്പോൾ ഡയറക്ഷൻസ് ഇല്ലാന്ന് വെച്ചാൽ നോക്കുമ്പോൾ ഇത് കണക്റ്റഡാ, അപ്പോൾ വീക്ക്ലി കണക്റ്റഡ് ആണ്. പക്ഷെ നോട്ട് നെസസറിലി യൂണിറ്ററിലി കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ, യൂണിറ്ററിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം, യൂണിറ്ററിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പേരെടുത്താലും ഒരെണ്ണിലും കണക്റ്റഡ് ആവണം. വണ്ണും 3 എടുക്കുക, നേരത്തെ കണ്ടതാ അത്, 1ഉം 3ഉം. 1ന്ന് 3ലോട്ട് ഉണ്ടാ, 1ന്ന് 3ലോട്ട് ഇല്ല, 3ന്ന് 1ലോട്ടും ഇല്ല. അപ്പൊ എന്തല്ല, ഇത് യൂണിറ്ററിലി കണക്റ്റഡ് അല്ല. 1ഉം 3 എടുത്തു കഴിഞ്ഞാൽ ഒന്നിലും 1ന്ന് 3ലോട്ട് വേണം, അല്ലെങ്കിൽ 3ന്ന് 1ലോട്ട് വേണം. അത് രണ്ടും കൂടി ഇല്ല, അതുകൊണ്ട് ഇത് യൂണിറ്ററിലി കണക്റ്റഡ് അല്ല. മറ്റൊന്ന്, a strong connected digraph is both unitarily and weakly connected. A strong connected എന്ന് പറഞ്ഞു, രണ്ട് പേരെടുത്താലും ഏത് പേരിലോട്ട്, ഇപ്പോൾ 1ഉം 4 എടുത്തു കഴിഞ്ഞാൽ 1ന്ന് 4ലോട്ടും വേണം, 4ന്ന് 1ലോട്ടും വേണം. അപ്പോൾ അതാണ് സ്ട്രോങ്ലി കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ. യൂണിറ്ററിലി കണക്റ്റഡ് എന്താ പറഞ്ഞാൽ എന്താ അർത്ഥം, 1ഉം 4ഉം എടുത്തു കഴിഞ്ഞാൽ 1ന്ന് 4ലോട്ട് മതി. സ്ട്രോങ്ലി കണക്റ്റഡ് ആണെങ്കിൽ 1ഉം 4ഉം എടുത്തു കഴിഞ്ഞാൽ എന്താ അവസ്ഥ, 1ന്ന് 4ലോട്ടും ഉണ്ട്, 4ന്ന് 1ലോട്ടും ഉണ്ട്. യൂണിറ്ററിലി ആണെങ്കിൽ 1ന്ന് 4ലോട്ട് മതി. ശരിയാണ്, സ്ട്രോങ് ആകുമ്പോൾ രണ്ട് ഭാഗത്തേക്കുള്ള കാരണം കഴിഞ്ഞ പറഞ്ഞ ഭാഗത്ത് എടുത്താൽ മതി, 1ന്ന് 4ലോട്ട് എടുത്താൽ മതി. ഇനി വീക്കിലി ആകുമ്പോൾ എന്താ അവസ്ഥ, വീക്കിലി ആകുമ്പോൾ ഇതുപോലെ തന്നെ ഡയറക്ഷൻസ് കളഞ്ഞിട്ട് 1ന്ന് 4ലോട്ട് ഉണ്ടായാൽ മതി. യെസ്, ഇവിടെ 1ന്ന് 4ലോട്ട് ഉണ്ട്. അതുകൊണ്ട് സ്ട്രോങ്ലി കണക്റ്റഡ് ആണെങ്കിൽ യൂണിറ്ററിലി കണക്റ്റഡും ആണ്, വീക്കിലി കണക്റ്റഡുമാണ്. നിങ്ങൾക്കിത് നോക്കാവുന്നതാണ്.
വേറെ ടോപ്പിക് നോക്കാം. സബ്ഗ്രാഫ് ജനറേറ്റഡ് ബൈ എക്സ്. Let G is equal to V, V, be a simple diagram. Simple diagram എന്ന് പറഞ്ഞാൽ അറിയാം, ഒരു രണ്ട് നോട്ട്സിനെ ബന്ധപ്പെടുത്തി ഒരൊറ്റ അടിച്ചേ വരയ്ക്കാൻ പാടുള്ളൂ. സിമ്പിൾ ഡയഗ്രാഫ്സ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷനുള്ള ഗ്രാഫ്സ്. ആൻഡ് എക്സ് സബ്സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ വി എന്ന വെർട്ടെക്സ് സെറ്റിന്റെ ഒരു സബ്സെറ്റ് ആണ് എക്സ്. എ സബ്ഗ്രാഫ് whose nodes are given by the set X. A subgraph whose nodes are given by the set X and whose edges consist of all those edges of G which have their initial and terminal nodes is called a subgraph generated by X. A subgraph whose nodes are given by the set X. അപ്പോൾ ഇവിടെ നോക്കാം. ഇതിന് ഞാൻ 1, 2, 3, 4. A subgraph whose nodes are given by the set X. X എന്ന് പറയുന്നത് വരുള്ളൂ, ഇതിന്റെ സബ്സെറ്റ് വരാൻ പാടുള്ളൂ. സബ്സെറ്റ് ഒന്നുമില്ലെങ്കിൽ 1, 2, 3, 4 അല്ലെങ്കിൽ 1, 2 അല്ലെങ്കിൽ 1, 3, 4 അങ്ങനെയൊക്കെ വരാം. അപ്പൊ ഇതിന്റെ സബ്സെറ്റ് എടുക്കുക. ഇപ്പൊ ഇതിന്റെ സബ്സെറ്റ് ഒന്നുമില്ലെങ്കിൽ ഞാൻ നോക്കാം. ഇതിപ്പോ കറക്റ്റ് ആയിട്ട് ഒരു ഫോം വെച്ച് പറയുന്നതാണ്. 1, 2, 3 എടുത്തു. ഈ 1, 2, 3 എന്ന് പറയുന്നത് എന്താണ്? 1, 2, 3, 4 എന്ന വെർട്ടെക്സ് സെറ്റിന്റെ സബ്സെറ്റ് ആണ് 1, 2, 3. A subgraph whose nodes are given by the set X. ഇതാണ് X എന്ന സെറ്റ്. And whose edges consist of all those edges of G. ഇനി 1, 2, 3, 1, 2, 3. അപ്പൊ ഇത് വെച്ചിട്ട് ഞാൻ കുറെ എഡ്ജസ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. ആ എഡ്ജസ് ഒക്കെ എവിടെയും വേണം, ഈ എന്റെ G എന്ന ഗ്രാഫിലും വേണം. ഇതാണ് എന്റെ G എന്ന ഗ്രാഫ്. ഈ G എന്ന ഗ്രാഫിലും വേണം. അതുകൂടെ നമുക്ക് കിട്ടുന്നില്ല. 1, 2, 3 വെക്കുമ്പോൾ എനിക്ക് 3 എഡ്ജസേ കിട്ടുള്ളൂ. ഈ 1, 2, 3 എഡ്ജ് എനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ഈ കേസിൽ തെറ്റാണ്. നമുക്ക് വിചാരിക്കുക എനിക്ക് ഇങ്ങനെ ഒരു സെറ്റ് ഉണ്ട്, എക്സ് എന്നൊരു സെറ്റ് ഉണ്ട്, അതില് വെർട്ടെക്സ് സെറ്റിന്റെ സബ്സെറ്റ് ആണ്. പക്ഷെ ആ വെർട്ടെക്സ് സെറ്റ് വെച്ചിട്ട് എനിക്ക് ആവശ്യമായ ഗ്രാഫിലെ എല്ലാ എഡ്ജസിനും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുക. അങ്ങനെ എല്ലാ എഡ്ജസിനും എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. വിച്ച് ഹാവ് ദെയർ ഇനീഷ്യൽ ആൻഡ് ടെർമിനൽ നോട്ട്സ് ഇൻ എക്സ്. അപ്പോൾ ഈ 1, 2, 3 വെച്ചിട്ട് എനിക്ക് എല്ലാ എഡ്ജസിനെയും ഉണ്ടാക്കാം. ഇവിടെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റി കഴിഞ്ഞാൽ എനിക്ക് എക്സിനെ എന്ന് പറയാം, ആ ഗ്രാഫിലേക്ക് എന്ന് പറയാം, ഇസ് കോൾഡ് എ സബ്ഗ്രാഫ് ജനറേറ്റഡ് ബൈ എക്സ് എന്ന് പറയാം. ഇത് നിങ്ങൾ ഡെഫിനിഷൻ മാത്രം പഠിച്ചാൽ മതി, നമുക്ക് ഇതിനെക്കുറിച്ച് അധികം പഠിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ എക്സാമ്പിൾസ് വെച്ച് അധികം എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. Then maximal subgraph. A subgraph G1 is said to be maximal with respect to some property if no other subgraph has the property and also includes G1. ഒരു സബ്ഗ്രാഫ് G1 ആണെന്ന് പറയണം. സബ്ഗ്രാഫ് G1 is said to be maximal. ഒരു സബ്ഗ്രാഫ് മാക്സിമൽ ആണെന്ന് പറയണമെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു സം പ്രോപ്പർട്ടി. അപ്പൊ നമ്മൾ മാക്സിമൽ ഓഫ് വാട്ട് എന്ന് ചോദ്യമുണ്ട്. എന്തിന്റെ മാക്സിമൽ? എന്തിന്റെ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് മാക്സിമൽ എന്ന് പറയാം. അപ്പൊ അത് നമ്മൾ തൊട്ട് താഴെ കാണും, കണ്ടോ, സ്ട്രോങ് കമ്പോണന്റ്. അത് പറയാം. അപ്പൊ ഒരു മാക്സിമൽ എപ്പോഴും എന്ത് വെച്ചാൽ മാക്സിമൽ വിത്ത് റെസ്പെക്ട് ടു സം പ്രോപ്പർട്ടി. പ്രോപ്പർട്ടി എന്ന് താഴെ പറയും, വിത്ത് റെസ്പെക്ട് ടു സം പ്രോപ്പർട്ടി ഇഫ് നോ അതർ സബ്ഗ്രാഫ് ഹാസ് ദ പ്രോപ്പർട്ടി and also includes G1. The example വെച്ച് പറയുമ്പോൾ മനസ്സിലാവും. Strong component. For a simple diagram, a maximal strongly connected graph is called a strong component. അതായത് maximal strongly connected subgraph. For a simple graph, a maximal strongly connected graph is called a strong component. ഇതിൽ ഇപ്പോൾ ഏതാണ് നമുക്ക് അറിയാത്തത്? maximal എന്താണെന്നാണ് അറിയാത്തത്. അത് നമ്മൾ ഇവിടെ പറഞ്ഞു, ഞാൻ എക്സാമ്പിൾ വെച്ച് പറയാൻ പറഞ്ഞു. അപ്പൊ മനസ്സിലായി. സ്ട്രോങ്ലി കണക്റ്റഡ് എന്താണെന്ന് അറിയാം, തൊട്ട് മുമ്പിൽ പഠിച്ചു. ഇപ്പൊ കണ്ടോ, മാക്സിമൽ വിത്ത് റെസ്പെക്ട് ടു സം പ്രോപ്പർട്ടി. അപ്പൊ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് മാക്സിമൽ പറയാ. അപ്പോൾ മാക്സിമൽ വിത്ത് റെസ്പെക്ട് പ്രോപ്പർട്ടി ഏതാ? സ്ട്രോങ്ലി കണക്റ്റഡ്. സ്ട്രോങ്ലി കണക്റ്റഡ് എന്നതാണ് ഇവിടുത്തെ പ്രോപ്പർട്ടി. അപ്പോൾ മാക്സിമൽ വിത്ത് റെസ്പെക്ട് ടു സം പ്രോപ്പർട്ടി, ആ സം പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇവിടെ സ്ട്രോങ്ലി കണക്റ്റഡ് ആണ്. മാക്സിമൽ സ്ട്രോങ്ലി കണക്റ്റഡ്, അതിന് പറഞ്ഞ പേരാണ് സ്ട്രോങ് കമ്പോണന്റ്. എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. നമുക്ക് ഇവിടെ നോക്കാം.
ഫോർ എ സിമ്പിൾ ഡയഗ്രാം ഓക്കെ, ഈ ഗ്രാഫ് നോക്കാം. ഈ ഗ്രാഫില് 1 2 3 1 2 3 അതൊരു ഇതിപ്പോ സ്ട്രോങ്ലി കണക്റ്റഡ് എക്സാമ്പിൾസ് ഞാൻ പറയണേ. സിംഗിൾട്ടൺ 5 ഉണ്ട്, സിംഗിൾട്ടൺ 6 ഉണ്ട്, 1 2 3 ഉണ്ട്, സിംഗിൾട്ടൺ 4 ഉണ്ട്. സിംഗിൾട്ടൺ അല്ല 1 2 3 ഇതാണ് ഏറ്റവും എളുപ്പം കണ്ടുപിടിക്കാൻ. 1 2 3 is strong component. അപ്പോൾ സ്ട്രോങ് കമ്പോണന്റ് ആണ് എന്ത് വേണം? ഇതൊരു സബ് ഗ്രാഫ് ആയിരിക്കണം. 1 2 3 യെസ് 1 2 3 എന്ന് പറയുന്നത് ഈ 1 to 6 വരെയുള്ള നോട്ട്സിലെ ഒരു സബ്സെറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഗ്രാഫാണ്. സബ്സെറ്റ് ആണ് 1 2 3 എന്ന് പറയുന്നത്. ഇനി ഇത് എന്താവണം? മാക്സിമൽ ആവണം. മാക്സിമൽ ആവണമെങ്കിൽ എന്ത് വേണം? ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. അതിന് മുമ്പായിട്ട് ഇത് എന്താണ്? സ്ട്രോങ്ലി കണക്റ്റഡ് ആണോ നോക്കിയേ. സ്ട്രോങ്ലി കണക്റ്റഡ് ആവണമെങ്കിൽ ഏത് രണ്ട് പെയർ എടുത്താലും ഇപ്പൊ 1 ഉം 3 എടുത്തു കഴിഞ്ഞാൽ 1 ന്ന് 3 ലോട്ടുണ്ടോ? 1 ന്ന് 3 ലോട്ടുണ്ട്. പിന്നെ നിങ്ങൾ 2 ലോട്ട് പോവാ, 2 ന്ന് 3 ലോട്ട് പോവാ, 1 ന്ന് 3 ലോട്ടുണ്ട്, 3 ന്ന് 1 ലോട്ടുണ്ടോ? യെസ് 3 ന്ന് 1 ലോട്ട് ഡയറക്റ്റ് ഉണ്ട്. അപ്പൊ ഇത് സ്ട്രോങ്ലി, അതുപോലെ തന്നെ 2 1 എടുത്താലും 2 3 എടുത്താലും എല്ലാം എടുത്താലുണ്ട്. അപ്പൊ എന്ത് മനസ്സിലായി? ഇത് സ്ട്രോങ്ലി കണക്റ്റഡ് ആണ്. ഇത് സ്ട്രോങ്ലി കണക്റ്റഡ്. ഇനി മാക്സിമം ആണെങ്കിൽ എന്ത് വേണം? സ്ട്രോങ്ലി കണക്റ്റഡ് എന്ന പ്രോപ്പർട്ടി ഇതിന് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇതാണ് 1 2 3 4 5 6 എന്ന നോട്ട്സിന്റെ ഒരു സബ്സെറ്റ് എടുത്തു 1 2 3. ഇനി അത് വെച്ചിട്ട് ഗ്രാഫ് ഉണ്ടാക്കിയതാണ് ആ ഗ്രാഫ്. ഈ ഗ്രാഫ് സ്ട്രോങ്ലി കണക്റ്റഡ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഇത് മാക്സിമൽ എന്ന കാര്യം ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. മാക്സിമം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഈ സ്ട്രോങ്ലി കണക്റ്റഡ് എന്ന കാര്യം ഇതിനെ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. 1 2 3ക്ക് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇനി ഇതിന്റെ ഏതൊരു സബ്സെറ്റ് എടുത്താലും, ഏത് ഈ 3നെ ഞാൻ കളഞ്ഞു, 1 ഉം 2 എടുത്തു, 1 ഉം 2 മാത്രം എടുത്തു. 1 ഉം 2 മാക്സിമൽ ആണോ? അല്ല. 1 ഉം 2ഉം മാക്സിമം 1 ഉം 2ഉം സ്ട്രോങ്ലി കണക്റ്റഡ് ആണോ? അല്ല. കാരണം 2 ന്ന് 1 ലോട്ട് ഉണ്ട്, പക്ഷെ 2 ന്ന് 1 ലോട്ട് ഇല്ല. 3 1 മാത്രം എടുത്തു, 3 ന്ന് 1 ലോട്ടേ ഉള്ളൂ, 1 ന്ന് 3 ലോട്ട് ഇല്ല. അപ്പൊ ഇത് സ്ട്രോങ് അല്ല. 2 ഉം 4ഉം 3 ഉം 2 മാത്രം എടുത്തു, 2 ന്ന് 3 ലോട്ടേ ഉള്ളൂ, 3 ന്ന് 2 ലോട്ട് ഇല്ല. അപ്പൊ മാക്സിമം അല്ല. അപ്പൊ എന്താ പറഞ്ഞത്? ഞാൻ എടുക്കുന്ന സബ് ഗ്രാഫ് 1 2 3 വരുന്നതാണ്. അതിന്റെ ഒരു സബ് ഗ്രാഫ് എടുത്തു നോക്കുക. ഈ 1 2 3 സബ് ഗ്രാഫ് എടുത്തു നോക്കുക. അതൊന്നും എടുക്കുമ്പോൾ എന്താവില്ല? അത് സ്ട്രോങ്ലി കണക്റ്റഡ് ആവില്ല. അപ്പൊ ഇത് സ്ട്രോങ്ലി കണക്റ്റഡ് ആവുന്നതില് മാക്സിമം വരുന്നത് ഏതാ? ഈ 1 2 3 ഉണ്ടാക്കുന്ന ഗ്രാഫാണ്. അതുകൊണ്ടാണ് 1 2 3 എന്ന് പറയുന്നത് സ്ട്രോങ്ലി ഇത് ഒരു 1 2 3 എന്ന് പറയുന്നത് മാക്സിമൽ സ്ട്രോങ്ലി കണക്റ്റഡ് ആണ്. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സ്ട്രോങ് കമ്പോണന്റ് ആണ്. അപ്പൊ മനസ്സിലായോ? സബ് ഗ്രാഫ് എടുക്കേണ്ടത് ഏതാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മാക്സിമൽ ഡെഫിനിഷൻ നോക്കിയാൽ for a simple diagram, a maximal strongly connected subgraph is called a subgraph G1 is said to be maximal. G1 എന്ന subgraph ആണ് maximal ആവേണ്ടത്. A subgraph G1 is said to be maximal with respect to some property. ഇവിടെ property എന്ന് പറയുന്നത് maximal connectedness ആണ് ഇവിടുത്തെ property. If no other subgraph എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ G1 ന്റെ other subgraphs ആണ് കേട്ടോ. G1 ന്റെ other subgraphs. If no other subgraphs has the property and also includes G1. അപ്പൊ ഇവിടെ പറയുമ്പോൾ എന്റെ G1 എന്ന ഗ്രാഫ് ഏതാ? ഇതാണ് എന്റെ G1 എന്ന ഗ്രാഫ്. ഇനി ഇതിന്റെ സബ്ഗ്രാഫ്സ് എടുക്കുക. ഇതിന്റെ സബ്ഗ്രാഫ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ വരാ? ഇതിന്റെ സബ്ഗ്രാഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ ഇത് 3, ഇത് 1, ഇത് 2. സബ്ഗ്രാഫ്സ് ഏതൊക്കെയാ? ഇവിടെ നിന്ന് കിട്ടുന്ന സബ്ഗ്രാഫ്സ് 3 1 ആണ്. 3 1 ഒരു സബ്ഗ്രാഫ് 3 1 ആണ്. അപ്പൊ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാ. അപ്പൊ 3 ന്ന് 1 ലോട്ട് ഉണ്ട്. ഇനി നിന്റെ ആവശ്യം എന്താ? ഇത് സ്ട്രോങ്ലി കണക്റ്റഡ് ആണോ എന്നാണ് എനിക്ക് നോക്കണ്ടേ. സ്ട്രോങ്ലി കണക്റ്റഡ്. 3 ന്ന് 1 ലോട്ട് ഉണ്ട്, കറക്റ്റാ. പക്ഷെ 1 ന്ന് 3 ലോട്ട് ഇല്ല. അപ്പൊ 1 3 എന്ന സബ്ഗ്രാഫ് സ്ട്രോങ്ലി കണക്റ്റഡ് അല്ല. ഇനി 1 ന്ന് 2 ലോട്ട് ഉണ്ട്, 1 ന്ന് 2 ലോട്ട് ഉണ്ട്, പക്ഷെ 2 ന്ന് 1 ലോട്ട് ഇല്ല. അപ്പൊ എന്ത് മനസ്സിലായി? സ്ട്രോങ്ലി കണക്റ്റഡ് അല്ല. ഇനി 2 ന്ന് 3 ലോട്ട് ഉണ്ട്, പക്ഷെ 3 ന്ന് 2 ലോട്ട് ഇല്ല. അപ്പൊ ഇത് സ്ട്രോങ്ലി കണക്റ്റഡ് അല്ല. അപ്പൊ ഇതിന്റെ 1 2 3 എന്ന ഗ്രാഫ് വെച്ചുള്ളതിന്റെ സബ്ഗ്രാഫാണ് ഇവിടെ 3 വരച്ചത്. പക്ഷെ എന്താണ്? ഇതിൽ ഓരോ സബ്ഗ്രാഫും സ്ട്രോങ്ലി കണക്റ്റഡ് അല്ല. അപ്പൊ സ്ട്രോങ്ലി കണക്റ്റഡ് വരുന്നതില് 1 2 3 വെച്ചിട്ട് സ്ട്രോങ്ലി കണക്റ്റഡ് വരുന്നതില് ഏറ്റവും വലിയ സബ്ഗ്രാഫ് എന്ന് പറയുന്നത് ഈ 1 2 3 ഉള്ളത് ഇത് തന്നെയാണ്. അപ്പൊ അങ്ങനെ വരുന്ന ഗ്രാഫിനാണ് സ്ട്രോങ് കമ്പോണന്റ് എന്ന് പറയാം. ഇനി സിംഗിൾട്ടൺ 4 നമുക്കറിയാം. സിംഗിൾട്ടൺ 4 എന്ന് പറഞ്ഞാൽ 4 റീച്ചബിൾ ആണ്. 4 ന്ന് 4 തന്നെ ഉണ്ട്. അപ്പൊ സ്ട്രോങ്ലി കണക്റ്റഡ് ആണ്. ഇനി ഇതിന്റെ സബ്ഗ്രാഫ് എടുക്കാൻ പറഞ്ഞാൽ 5 ആണ്. സിംഗിൾട്ടൺ 4ന്റെ സബ്ഗ്രാഫിന് 5 എടുക്കാനുള്ളൂ. അപ്പോൾ അത് എന്തല്ല? സ്ട്രോങ്ലി കണക്റ്റഡ് ആയിരിക്കില്ല. അങ്ങനെ ഗ്രാഫ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ 5 വെച്ചിട്ട്.
അങ്ങനെയാണ് ഓരോ സിംഗിൾട്ടൺ സെറ്റ് എന്തായിട്ട് പറയുന്നത്, സ്ട്രോങ്ലി കണക്റ്റഡ് ആയിട്ട് മാറുന്നത്. ഇനി 5 എടുത്തോ, 5 സ്ട്രോങ്ലി കണക്റ്റഡ് ആണോ? അതെ, 5 5നോട് കണക്റ്റഡ് ആണ്. അപ്പൊ 5 5ലോട്ട് തന്നെ എന്തുണ്ട്, ഒരു പാത്ത് ഉണ്ട്. അപ്പൊ 5 സ്ട്രോങ്ലി കണക്റ്റഡ് ആണ്. ഇനി അത് മാക്സിമൽ ആണോ? യെസ്, ഒറ്റ സെറ്റേ 5 ഉള്ളൂ, ഞാൻ ഒഴിവാക്കി വരെ കിട്ടില്ല. 5 ആണ് എന്റെ മാക്സിമൽ. അപ്പൊ സിംഗിൾട്ടൺ 5 എന്ന് പറഞ്ഞ മാക്സിമൽ ആണ്. അപ്പൊ എന്തായി, ദിസ് ഈസ് സ്ട്രോങ് കമ്പോണന്റ്. ഇതുപോലെ ഇനി നിങ്ങൾക്ക് ഊഹിക്കാം യൂണിറ്ററൽ കമ്പോണന്റ്. അപ്പൊ എന്തായിരിക്കും, മാക്സിമൽ യൂണിറ്ററലി കണക്റ്റഡ് ആയിരിക്കും. ഫോർ എ സിമ്പിൾ ഡയഗ്രാം, എ മാക്സിമൽ യൂണിറ്ററലി കണക്റ്റഡ് subgraph is called maximal unitarily connected subgraph is called a unital component. So maximal unitarily connected. ഇനി weak component എന്തായിരിക്കും? For a simple graph, a maximal weakly connected subgraph. Maximal weakly connected subgraph is called a weak component. ഇതിലെ 1 2 3 4 5 ഇതാണ് യൂണിറ്ററൽ കമ്പോണന്റ്. 1 2 3 4 5 നമ്മൾ നോക്കിക്കോ, ഇത് യൂണിറ്ററിൽ കണക്റ്റഡ് ആണ്, അതായിരിക്കും മാക്സിമൽ. ഇതിന് ഒരു സബ് ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ അത് യൂണിറ്ററിൽ കണക്റ്റഡ് ആയിരിക്കില്ല. അതുപോലെ വീക്ക് കമ്പോണന്റ് ഇത് ഫുള്ള് 1 2 3 4 5 6, കാരണം 1 2 3 4 5 6 എടുക്കുമ്പോഴാണ് വീക്ക് കമ്പോണന്റ് ആവുന്നത്, വീക്ക് കണക്റ്റഡ് ആവുന്നത്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും നോക്കേണ്ട ആവശ്യമുള്ളൂ. 1 2 3 4 5 6 വരുന്ന ഗ്രാഫ് വീക്കിലി കണക്റ്റഡ് ആണോ എന്ന് നോക്കിയാൽ മതി. യെസ്, വീക്കിലി കണക്റ്റഡ് ആണ്. കാരണം എന്താ, ഡയറക്ഷൻസ് കളഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കണക്റ്റഡ് ആണ്. ഇനി ഇത് തന്നെയായിരിക്കും, ഇനി ഇതിന്ന് ഏതെങ്കിലും ഒരു സബ് ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ, ഏതൊരു സബ് ഗ്രാഫ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങോട്ട് പോവും, ഈ എഡ്ജ് കളയുമ്പോൾ it's a weak component because this graph is weakly connected. ഇതാണ് weakly connected ആവും. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, ഇതിന് നിങ്ങൾക്ക് നോക്കാവുന്നേ ഉള്ളൂ കേട്ടോ, സബ് ഗ്രാഫ്സ് എടുത്ത് നോക്കാവുന്നേ ഉള്ളൂ. ഇത് വീണ്ടും പറഞ്ഞു ഇരിക്കേണ്ടി വരും, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇവിടെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും, ഡിഫൈൻ സ്ട്രോങ് കമ്പോണന്റ് വിത്ത് ആൻ എക്സാമ്പിൾ. അപ്പൊ നിങ്ങൾ ഈ എക്സാമ്പിൾ ഇതുപോലെ തന്നെ എഴുതണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ എക്സാമ്പിൾസ് എഴുതാം, ഒരു കുഴപ്പമില്ല. പക്ഷെ എന്താണെന്നറിയോ, നിങ്ങൾ എഴുതി വരുമ്പോൾ ഡയറക്ഷൻസ് ഒക്കെ തെറ്റും. ഇപ്പൊ ഞാനിവിടെ ഉപയോഗിച്ച ആക്ട് ആദ്യം തുടങ്ങിയപ്പോൾ ഞാൻ വെറും 3 ഗ്രാഫ് ഉപയോഗിച്ചിട്ടുള്ളൂ. ആ 3 ഗ്രാഫ് വെച്ചിട്ടാണ് ഞാൻ എല്ലാം പറഞ്ഞത്. കാരണം ഇതൊരു ഗ്രാഫ്, ഇത് 2 ഗ്രാഫ്. കണ്ടോ, ഇങ്ങനത്തെ സിമ്പിൾ ഗ്രാഫ് നമുക്ക് എപ്പോഴും വരയ്ക്കാൻ പറ്റുന്ന ഒരു റെക്ടാങ്കിൾ വരയ്ക്കാൻ, വെറുതെ ഡയറക്ഷൻസ് കൊടുക്കും. അങ്ങനെ ഒന്ന് സെൻസിബിൾ ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ വരയ്ക്കാവുന്ന ഗ്രാഫുകളേ ഉള്ളൂ. ഇപ്പൊ നിങ്ങളത് ഗ്രാഫ് ഒരിക്കലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരില്ല, വരയ്ക്കാനേ പറയുള്ളൂ, നിങ്ങളോട് വരയ്ക്കാനേ പറയുള്ളൂ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ച് വരയ്ക്കണം.